ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അന്നൂസ് ക്രിയേഷൻസ്. നമ്മളിന്ന് ഈ ഒരു കോട്ടൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടുള്ളൊരു ഷോർട്ട് ടോപ്പാണ് കേട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 മീറ്റർ തുണിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഞാനിപ്പോൾ തുണി ഇതേപോലെ ഇവിടെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. 25 ഇഞ്ചാണ് കേട്ടോ നമ്മുടെ ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ഇതേപോലെ താഴെ നിന്ന് നമുക്ക് സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ടുള്ള തുണി ആദ്യം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 12 ഇഞ്ചാണ് കേട്ടോ നമ്മൾ സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ 12 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത പീസ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കി വന്ന തുണിയിൽ നിന്ന് നമുക്ക് ടോപ്പ് പോർഷന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 22 ഇഞ്ചിൽ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ തുണി ഇപ്പം നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടാണുള്ളത്. ഇനി നമ്മളിതിന് ലെങ്ത്ത് എടുക്കുന്നത് 15 ഇഞ്ചാണ് കേട്ടോ. അത് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബാക്കിയുള്ള തുണി കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി നമുക്ക് സൈഡിൽ ഒരു 3/4 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ആ മാർക്കിങ്ങിൽ കൂടി വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഷോൾഡർ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് താഴെ ആ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ 7 ഇഞ്ചിൽ നിന്ന് നമുക്ക് ആം ഹോൾ ലെങ്ത്ത് എടുക്കുന്നത് 7 ഇഞ്ച് തന്നെയാണ് കേട്ടോ. അത് നമ്മൾ ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചെസ്റ്റ് സൈസ് വരുന്നത് 36 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 36 ഇഞ്ചിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ നമുക്കിവിടെ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള തുണി അത്രയും ഞാനിവിടെ തയ്യൽ തുമ്പായിട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ കോർണറിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം സെൻറ്ററിലായിട്ട്. പിന്നെ ഇവിടെ 1.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ 7 ഇഞ്ചിൻ്റെ പകുതി 3.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്തത് കൂടെ നമ്മൾ ഇതേപോലെ കർവ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന താഴേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് താഴെ ഭാഗത്ത് നമുക്ക് വേസ്റ്റ് റൗണ്ടും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ടില്ല. ഞാൻ അധികം തയ്യൽ തുമ്പ് എടുക്കാത്തതുകൊണ്ട് ഞാനത് തയ്ക്കുമ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്തങ്ങ് തയ്ക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മുടെ മാർക്കിങ്ങിൽ കൂടി നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ തുണി നിവർത്തിയിടാം കേട്ടോ. എന്നിട്ട് ഇത് നമ്മുടെ മടക്ക് വശം അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിലേക്കുള്ള തുണി മാത്രം സെപ്പറേറ്റ് എടുത്തിട്ട് അതിൻ്റെ ആം ഹോൾ നമ്മൾ വരച്ചു കൊടുത്തത് അത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്ക് പാർട്ടിലെ തുണി എടുക്കാം. നമുക്കിതിൻ്റെ നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നെക്ക് എടുത്ത് 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ഇഞ്ചോളൊക്കെ എടുക്കാം. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി ഇപ്പറേ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്കിത് യോജിപ്പിച്ച് വരച്ചു കൊടുക്കാം. ഇനി റൗണ്ട് നെക്കാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് റൗണ്ട് നെക്ക് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് വരച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് കയറ്റി ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് നെക്കും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ബാക്കി വന്ന ഈ തുണിയിൽ നിന്ന് നമുക്ക് സ്ലീവിനുള്ളത് കട്ട് ചെയ്തെടുക്കാം.
സ്ലീവിനുള്ള തുണി ഞാനിവിടെ മടക്കിയാണ് ഇട്ടേക്കുന്നത്. മടക്കിയിട്ടുള്ളതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 17 ഇഞ്ചാണ് കേട്ടോ. ഫുള്ളായിട്ട് ഇത് 34 ഇഞ്ച് ഉണ്ട് കേട്ടോ ഒരു സ്ലീവിന്. ഇനി ഈ തുണീൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 4.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 4.5 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് വെച്ച് തന്നെ അടുത്ത സ്ലീവും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഓപ്പൺ ആയിട്ടുള്ള വശത്ത് ഞാനൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ 1.5 ഇഞ്ചിലേക്ക് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചിട്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫ്രണ്ടിൽ നെക്കിന് വേണ്ടിയിട്ടുള്ള ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ക്യാൻവാസിൻ്റെ വിഡ്ത്ത് എടുത്തേക്കുന്നത് 8 ഇഞ്ചാണ് കേട്ടോ. ലെങ്ത്ത് എടുത്തേക്കുന്നത് 7.5 ഇഞ്ചാണ് കേട്ടോ. നമുക്ക് ഇതേപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2.25 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ 2.25 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി വിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് കൂട്ടിയെടുക്കാം. ഞാനിവിടെ സ്ക്വയർ നെക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി താഴെ ഞാനിവിടെ 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 6 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 6 ഇഞ്ചും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ലൈനായിട്ട് അത് വരയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പുറ സൈഡിലും 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊരു ബോക്സാക്കി വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്തതിൻ്റെ സൈഡിലേക്ക് ഓരോ ഇഞ്ച് വെച്ചിട്ട് വേണം ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കളയാൻ. അപ്പുറ സൈഡിൽ ഓരോ ഇഞ്ച് കറക്റ്റ് ആയതുകൊണ്ടാണ് നമ്മളൊന്നും ചെയ്യേണ്ട. താഴെ നമ്മൾ 1 ഇഞ്ച് വെച്ചിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തെടുത്തുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളിവിടെ നമ്മുടെ നെക്കിനുള്ള ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ബാക്കി വന്ന ഒരു പീസ് തുണി എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ക്യാൻവാസ് വെച്ച് കൊടുക്കാം. അതിൽ ആ ഗ്ലേസിംഗ് ഉള്ള ഭാഗം വേണം നമുക്ക് തുണിയിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. തുണിയുടെ ചീത്ത വശത്ത് വേണം ക്യാൻവാസ് വെച്ച് കൊടുക്കാൻ. നമ്മൾ നല്ലോണം ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതേപോലെ കട്ട് ചെയ്ത് കളയാം. ഈ സൈഡ് വശങ്ങളിൽ നമ്മൾ ഇതേപോലെ കുറച്ച് തുണി ബാക്കി വെച്ചിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ചോളം തുണി നമുക്കിതേപോലെ ബാക്കി വെക്കാം. അത് നമുക്കിതേപോലെ ഈ ക്യാൻവാസിലേക്ക് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കിതേപോലെ മാറ്റി വെക്കാം. ഇനി നമ്മൾ ബാക്കിലെ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് പോർഷനിലെ തുണി ഇതേപോലെ എടുക്കാം. ഇനി ഇതേപോലെ മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് ചെറിയൊരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ തുണീൻ്റെ നല്ല വശമാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിനകത്ത് നമ്മൾ ഈ ക്യാൻവാസ് കട്ട് ചെയ്തതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കിയുള്ള തുണി ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്കിതിൻ്റെ 2 കോർണറിലും നമ്മൾ സ്റ്റിച്ച് തട്ടാണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ക്യാൻവാസ് ഒന്ന് ഉള്ളിലേക്ക് തിരിച്ചിട്ടിട്ട് അതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ബാക്കിൽ തുണി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നല്ല വശം ഇതേപോലെ വെച്ചിട്ട് നല്ല വശത്ത് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. നല്ല വശത്ത് ക്രോസ് പീസ് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഒന്ന് ഒരു 4 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പോർഷനിൽ തുണി എടുക്കാം. ഇനി ഇതിൽ നമുക്ക് ഒരു 1/2 ഇഞ്ചിൽ ഷോൾഡർ സ്ലോപ്പ് വരച്ച് അത് കട്ട് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബാക്കിലെ തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷനിലെ തുണി വെച്ച് കൊടുക്കാൻ. രണ്ടിൻ്റെ നല്ല വശം തമ്മിൽ ചേർന്ന് വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. രണ്ട് തുണീൻ്റെ നല്ല വശം ഉള്ളിലായിട്ടാണ് കേട്ടോ വരുന്നത്. ഇനി ഇതേപോലെ ഷോൾഡർ നേരെ വെച്ചിട്ട് നമുക്ക് ഈ തുണി ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ചിട്ട് ഒന്ന് മടക്കി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കി നമുക്കൊരു 1/2 ഇഞ്ചിൽ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മളിവിടെ 2 ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നിവർത്തിയിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് 2 ഷോൾഡറും നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്കും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ തുണി മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച ക്രോസ് പീസ് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇവിടെ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് രണ്ടും അറ്റാച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ലീവിന് മുറിച്ച് തുണി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ അടിഭാഗം ഒന്ന് രണ്ടിൻ്റെയും അടിഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കതിൻ്റെ മുകൾ വശത്ത് കൂടി ഒരൊറ്റ സ്റ്റിച്ച് ഇട്ടങ്ങ് എടുക്കാം. അത് നമുക്ക് ഫ്രില്ല് എടുക്കുന്നതിന് വേണ്ടിയിട്ട് കെട്ടൊന്നും ഇടാണ്ട് ഒരൊറ്റ സ്റ്റിച്ച് നമുക്ക് അകത്തി ഒരു സ്റ്റിച്ചിട്ട് എടുക്കാം. അപ്പോൾ അതാ നമ്മളിവിടെ അടിഭാഗം മടക്കി അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മുകളിലൊരു സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നൂല് നമ്മൾ ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഫ്രിൽസായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ 2 സ്ലീവിലും നമുക്ക് ഇതേപോലെ ഫ്രില്ലിട്ടൊന്ന് എടുക്കാം. അപ്പോൾ ഇതാ നമ്മളിവിടെ 2 സ്ലീവും ഫ്രില്ലിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. 2ൻ്റെ അടിഭാഗം മടക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തുണി ഇതേപോലെ നിവർത്തി വെച്ചിട്ട് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ നോക്കി വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ 2ൻ്റെ സെൻറ്റർ തമ്മിൽ ഒരേപോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മൾ സ്ലീവിൻ്റെ നല്ല വശം തുണീൻ്റെ നല്ല വശമായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ കേട്ടോ. അപ്പോൾ 2 സ്ലീവും നമുക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇവിടെ 2 സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷനും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കേർട്ട് പോർഷന് വേണ്ടി നേരത്തെ മുറിച്ച് വെച്ച് തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിവശം ഒന്ന് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ അതിൻ്റെ അടുത്ത വശത്ത് ഇതേപോലെ തന്നെ നമ്മൾ ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ലീവിലിട്ട പോലെ തന്നെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ നമുക്ക് ഒന്ന് ഫ്രില്ലിട്ടെടുക്കാം. നമ്മൾ ഫ്രില്ലിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമ്മുടെ ടോപ്പ് പോർഷനിലേക്ക് ഇതേപോലെ സ്കേർട്ട് പോർഷൻ്റെ തുണി വെച്ച് കൊടുക്കാം. 2ൻ്റെയും നല്ല വശം ചേർന്ന് വരുന്ന രീതിയിലാണ് നമ്മൾ വെക്കുന്നത്. ഇനി നമുക്ക് ഒരു 1/2 ഇഞ്ചിൽ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മളിതാ ഇവിടെ സ്റ്റിച്ച് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മറച്ചിട്ടുണ്ട് ഇതിൻ്റെ 2 സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഷോർട്ട് ടോപ്പ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.